ഏവർക്കും എൻ്റെ വിദ്യാലയത്തിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ് യൂണിറ്റ് 3 ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകളിലെ 6ാമത്തെ പാർട്ട് വീഡിയോയാണിത്. കൂട്ടുകാരെ, ഉദാഹരണങ്ങളിലൂടെ പാഠഭാഗത്തേക്ക് കടക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 2¼ liters of water. 3 such bottles of water is poured into a jar. How much water is there in the jar? ഒരു കുപ്പിയിൽ 2¼ ലിറ്റർ വെള്ളം കൊള്ളും. ഇത്തരം 3 കുപ്പികളിലെ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു. പാത്രത്തിൽ എത്ര വെള്ളമുണ്ട്? 2 ലിറ്റർ വീതമുള്ള കുപ്പികളായിരുന്നെങ്കിൽ പാത്രത്തിൽ 6 ലിറ്ററേ കാണുമായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഓരോ കുപ്പിയിലും 1/4 ലിറ്റർ കൂടിയുണ്ട്. അപ്പോൾ 1/4 × 3 3/4 ലിറ്റർ കൂടി കൂട്ടണം. അതായത് പാത്രത്തിൽ 6.25 ലിറ്റർ വെള്ളം കാണണം. 2¼ × 3 ചെയ്യുമ്പോൾ 6.25 കിട്ടുന്നത്. ഇത് ഗുണനമായി എഴുതിയാലോ? 2¼ × 3 = 2 + 1/4 × 3. 2നെയും 3 കൊണ്ട് ഗുണിക്കണം, 1/4നെയും 3 കൊണ്ട് ഗുണിക്കണം. 2 × 3 6ആണ്. 1/4 × 3 3/4. അപ്പോൾ 6 + 3/4 6.25. ഇത് നമുക്ക് മറ്റൊരു വിധത്തിലും കണക്കാക്കാം. 2¼ × 3 അല്ലേ ചെയ്യേണ്ടത്? 2¼ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി വേണം 3 കൊണ്ട് ഗുണിക്കാൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 4 × 2 + 1/4 എന്ന് വരും. 9/4. അപ്പോൾ 2¼ പകരം 9/4 എന്ന് എഴുതണം. എന്നിട്ട് 3 കൊണ്ട് ഗുണിക്കണം. 9 × 3/4 ആണല്ലോ ഉത്തരം. 9 × 3 27. 27/4. ഈ ഉത്തരം ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? അംശം ഛേദത്തേക്കാൾ വലുതാണ്. അപ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി വേണം ഉത്തരം എഴുതാൻ. മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ 27നെ 4 കൊണ്ട് ഹരിക്കാം. ഹരണഫലം 6, ശിഷ്ടം 3. അപ്പോൾ ഉത്തരം 6ഉം 4ൽ 3 6.25 ലിറ്റർ. In this way, we can calculate 5 times 3½ അതായത് 3.5യുടെ 5 മടങ്ങ് ഇതുപോലെ കണക്കാക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മിശ്രഭിന്നത്തെ ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിക്കുവാൻ വിഷമഭിന്നമാക്കിയിട്ട് വേണം ഗുണനഫലം കണ്ടെത്താൻ. ഈ കണക്കും അങ്ങനെ ചെയ്തു നോക്കാം. 3.5 × 5 ചെയ്യാൻ 3.5യെ വിഷമഭിന്നമാക്കുക. 2 × 3 + 1/2 ആണല്ലോ. 2 × 3 6, 6 + 1 7, 7/2 എന്ന് വരും. 7/2നെ വേണം 5 കൊണ്ട് ഗുണിക്കാൻ. 7 × 5/2 35/2. ഈ ഉത്തരവും ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ 35നെ 2 കൊണ്ട് ഹരിച്ച് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ഉത്തരം എഴുതണം. 35നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 17, ശിഷ്ടം 1. അപ്പോൾ ഉത്തരം 17ഉം 2ൽ 1. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് 3½ times 2 meters. 2 മീറ്ററിന്റെ 3.5 മടങ്ങ് കണക്കാക്കുക. 2 × 3.5 ചെയ്യുക. 3.5 ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 2 × 3 + 1/2 7/2. അപ്പോൾ 2നെ 7/2 കൊണ്ട് വേണം ഗുണിക്കാൻ. 2 × 7/2. ഉത്തരം 14/2. 14നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 7. So answer is 7 meters. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് 2 × 1/4 times 5. 5ന്റെ 2¼ മടങ്ങ് കണക്കാക്കുക.
5 ഇൻറ്റു 2.25. 2.25നെ വിഷമഭിന്നമാക്കാം. 4 ഇൻറ്റു 2 പ്ലസ് 1/4. 9/4 എന്ന് വരും. അപ്പോൾ 5 ഇൻറ്റു 9/4 ആണ് ചെയ്യേണ്ടത്. 5നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ 45. 45/4 എന്ന് വരും. 45/4നെ വീണ്ടും മിശ്രഭിന്നമാക്കണം. 45നെ 4 കൊണ്ട് ഹരിക്കാം. ഹരണഫലം 11, റിമൈൻഡർ ശിഷ്ടം 1. അപ്പോൾ ആൻസർ 11 4 1. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് 3.5 ടൈംസ് 211/4. 2.25ന്റെ 3.5 മടങ്ങ് കണക്കാക്കുക. ഈ ചോദ്യത്തിൽ രണ്ട് സംഖ്യകളും മിശ്രഭിന്നങ്ങളാണ്. അപ്പോൾ രണ്ട് സംഖ്യകളെയും വിഷമഭിന്നമാക്കിയിട്ട് വേണം ഗുണനഫലം കണ്ടെത്താൻ. 2.25നെ വിഷമഭിന്നമാക്കുമ്പോൾ 4 ഇൻറ്റു 2 പ്ലസ് 1/4 ആണല്ലോ, 9/4. 3.5നെയും വിഷമഭിന്നമാക്കുമ്പോഴോ 2 ഇൻറ്റു 3 പ്ലസ് 1/2, 7/2 എന്ന് വരുമല്ലോ. ഇനി ഗുണനഫലം കണ്ടെത്താൻ കൂട്ടുകാർക്കറിയാം. ഭിന്നസംഖ്യകൾ ഗുണിക്കുവാൻ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 9 ഇൻറ്റു 7/4 ഇൻറ്റു 2 എന്ന് വരും. 9 ഇൻറ്റു 7 63, 4 ഇൻറ്റു 2 8. അപ്പോൾ ഉത്തരം 63/8. ഇതൊരു വിഷമഭിന്നമായതുകൊണ്ട് വീണ്ടും ഇതിനെ മിശ്രഭിന്നമാക്കണം. 63നെ 8 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഹരണഫലം 7 ശിഷ്ടം 7. സോ ആൻസർ 7 and 7/8. നെക്സ്റ്റ്, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 43ലെ പാഠപുസ്തക പ്രവർത്തനങ്ങൾ ചെയ്യാം. ഫസ്റ്റ് വൺ, 1.5 meters of cloth is needed for a shirt. How much cloth is needed for 5 such shirts? ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. 5 കുപ്പായത്തിന് എത്ര മീറ്റർ തുണി വേണം? ഒരു കുപ്പായം തുന്നാൻ വേണ്ട തുണി 1.5 മീറ്റർ. അപ്പോൾ 5 കുപ്പായത്തിന് വേണ്ട തുണി 1.5 ഇൻറ്റു 5 ആണല്ലോ. 1.5 ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്രഭിന്നമാണ്. വിഷമഭിന്നമാക്കിയിട്ട് വേണം 5 കൊണ്ട് ഗുണിക്കാൻ. 1.5യെ വിഷമഭിന്നമാക്കുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1/2, 3/2 എന്ന് വരും. 3/2നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 ഇൻറ്റു 5/2, 15/2 എന്നുത്തരം. ഈ വിഷമഭിന്നത്തെ വീണ്ടും മിശ്രഭിന്നമാക്കാൻ 15നെ 2 കൊണ്ട് ഹരിക്കാം. ഹരണഫലം 7 ശിഷ്ടം 1. അപ്പോൾ ആൻസർ 7 2/1. 7 2/1 മീറ്റർ തുണിയാണ് 5 കുപ്പായം തുന്നാൻ വേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the price of 1 kilogram of okra is 30 rupees. What is the price of 2.5 kilograms? 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപ. 2.5 കിലോഗ്രാമിന് എത്ര രൂപയാകും? 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപ. അപ്പോൾ 2.5 കിലോഗ്രാമിന്റെ കണ്ടുപിടിക്കാൻ 30 ഇൻറ്റു 2.5 ചെയ്യണം. 2.5യെ വിഷമഭിന്നമാക്കിയിട്ട് വേണം ഗുണിക്കാൻ, അല്ലേ? വിഷമഭിന്നമാക്കുമ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 1/2 എന്ന് വരും. 5/2. അപ്പോൾ 30 ഇൻറ്റു 5/2 ചെയ്യുക. 30നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 150. 150/2. 150നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴോ 75 രൂപ. നെക്സ്റ്റ് വൺ, a man walks 1.5 kilometers in 1 hour. How many kilometers does he walk in 1.5 hours at this speed? ഒരാൾ 1 മണിക്കൂറിൽ 1.5 കിലോമീറ്റർ നടക്കും. ഇതേ വേഗത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? 1 മണിക്കൂറിൽ 1.5 കിലോമീറ്റർ. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ടോ? 1.5 മണിക്കൂറിന്റെ കണ്ടുപിടിക്കാൻ 1.5യെ 1.5 കൊണ്ട് തന്നെ ഗുണിക്കണം. രണ്ടും മിശ്രഭിന്നമല്ലേ?
അപ്പോൾ വിഷമഭിന്നമാക്കിയിട്ട് വേണം ഗുണനഫലം കണ്ടെത്താൻ. 1.5 വിഷമഭിന്നമാക്കുമ്പോൾ 2 × 1 + 1 3/2 എന്ന് വരും. അപ്പോൾ 3/2 × 3/2 ചെയ്യുക. 3 × 3 / 2 × 2 3 × 3 9, 2 × 2 4, 9/4 എന്ന് ഉത്തരം. ഇത് വിഷമഭിന്നമായതുകൊണ്ട് മിശ്രഭിന്നമാക്കാം. മിശ്രഭിന്നമാക്കുമ്പോൾ 2.25 എന്നുത്തരം. സോ ആൻസർ ഈസ് 2.25 കിലോമീറ്റർ. Fourth one. Ronnie has 36 stamps. Sahira says she has 2 and 1/4 times as much. How many stamps does she have? റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പ് ഉണ്ട്. അതിന്റെ 2.25 മടങ്ങ് തന്റെ കയ്യിലുണ്ടെന്നാണ് സഹീറ പറയുന്നത്. അതെത്രയാണ്? റോണിയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം 36. സഹീറയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 36ന്റെ 2.25 മടങ്ങല്ലേ കണ്ടുപിടിക്കേണ്ടത്. 36ന്റെ 2.25 മടങ്ങ് കണ്ടുപിടിക്കാൻ 36 × 2.25 ചെയ്യണം. 2.25നെ വിഷമഭിന്നമാക്കണം. വിഷമഭിന്നമാക്കുമ്പോൾ 4 × 2 + 1/4 9/4 എന്ന് വരും. അപ്പോൾ 36നെ 9/4 കൊണ്ട് ഗുണിക്കുക. 36 × 9/4 എന്ന് ഉത്തരം. 36 × 9 324. 324/4 81. ഈ കണക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. 36 4ന്റെ ഒരു ഗുണിതമല്ലേ. അപ്പോൾ 36നെ 4 കൊണ്ട് ഇവിടെ വച്ച് തന്നെ കട്ട് ചെയ്ത് കളയാം. 9 × 4 ആണ് 36. അപ്പോൾ 9 × 9 ചെയ്താലും മതി. ഉത്തരം 81 തന്നെ കിട്ടും. Fifth one. Calculate the following. 4 times 5 and 1/3. 5 3/1 4 മടങ്ങ് കണക്കാക്കുക. 5 3/1 × 4. 5 3/1 വിഷമഭിന്നമാക്കുമ്പോൾ 3 × 5 + 1/3. 15 + 1 16/3 എന്ന് വരും. 16/3 × 4. 16 × 4 64. 64/3. ഇതിനെ വീണ്ടും മിശ്രഭിന്നമാക്കുക. 64നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 21, റിമൈൻഡർ ശിഷ്ടം 1. അപ്പോൾ ഇതിന്റെ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ് കൂട്ടുകാരെ? 21 3 1. നെക്സ്റ്റ് വൺ. 4 and 1/3 times 5. 5ന്റെ 4 3/1 മടങ്ങ്. 5 × 4 3/1. 4 3/1നെ വിഷമഭിന്നമാക്കുമ്പോൾ 3 × 4 + 1 13/3 എന്ന് വരും. 5 × 13/3. 5 × 13 65. 65/3 എന്നുത്തരം. 65/3നെ മിശ്രഭിന്നമാക്കണ്ടേ? 65നെ 3 കൊണ്ട് ഹരിക്കാം. ഹരണഫലം 21, റിമൈൻഡർ ശിഷ്ടം 2. അപ്പോൾ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ്? 21 3 2. Third one. 1.5 times 2/3. 3/2ന്റെ 1.5 മടങ്ങ്. 3/2 × 1.5. ഇതിലും ഒരു മിശ്രഭിന്നമുണ്ട്. ഇതിനെ വിഷമഭിന്നമാക്കാം. 1.5 വിഷമഭിന്നമാക്കുമ്പോൾ 2 × 1 + 1/2 3/2 എന്ന് വരും. അപ്പോൾ 2/3 × 3/2 ചെയ്യുക. 2 × 3/3 × 2. ഇത് ഗുണിക്കാൻ വളരെ എളുപ്പമാണ് കൂട്ടുകാരെ. കാരണം മുകളിൽ 2ഉം താഴത്ത് 2ഉം കട്ട് ചെയ്തു പോയി. അതുപോലെ 3ഉം കട്ട് ചെയ്തു പോയി. ഉത്തരം 1. Fourth one. 2/5 of 2 1/2. 2.5യുടെ 5/2 ഭാഗം. 2.5 × 5/2. 2.5യെ വിഷമഭിന്നമാക്കുമ്പോഴോ 2 × 2 + 1/2 5/2. 5/2 × 2/5. ഈ കണക്കും ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാം അല്ലേ? കാരണം
5ഉം 5ഉം കട്ട് ചെയ്തു പോകും. 2ഉം 2ഉം കട്ട് ചെയ്തു പോകും. ഉത്തരം 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.5 ടൈംസ് 5.5. 5ഉം 2-1ന്റെ 2ഉം 2-1 മടങ്ങ്. 5ഉം 2-1 ഇൻറ്റും 2ഉം 2-1. രണ്ട് സംഖ്യകളും മിശ്രഭിന്നങ്ങളാണ് അല്ലേ? രണ്ടിനെയും വിഷമഭിന്നമാക്കണം. 5ഉം 2-1 മാറ്റുമ്പോൾ 2 × 5 + 1/2 11/2. 2ഉം 2-1 മാറ്റുമ്പോഴോ 2 × 2 + 1/2 5/2. ഇത് ഗുണിക്കാൻ കൂട്ടുകാർക്കറിയാം. 11 × 5/2 × 2 ചെയ്യണം. 11 × 5 55, 2 × 2 4. വീണ്ടും മിശ്രഭിന്നമാക്കണം. 55നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുമ്പോൾ ഹരണഫലം 13, ശിഷ്ടം 3. അപ്പോൾ ഉത്തരം 13, 4, 3. And the last question, 4 and 1/3 of 4 and 1/2. 4ഉം 2-1ന്റെ 4ഉം 3-1 മടങ്ങ്. 4ഉം 2-1 ഇൻറ്റു 4ഉം 3-1. രണ്ടിനെയും വിഷമഭിന്നമാക്കാം. 4ഉം 2-1 മാറ്റുമ്പോൾ 2 × 4 + 1/2 9/2 എന്ന് വരും. 4ഉം 3-1 മാറ്റുമ്പോഴോ 3 × 4 + 1/3 13/3. ഗുണിക്കുന്നത് എങ്ങനെയാണ് കൂട്ടുകാരെ? 9 × 13/2 × 3. 9 3ന്റെ ഒരു ഗുണിതമായതുകൊണ്ട് 9ഉം 3ഉം കട്ട് ചെയ്യാം അല്ലേ? കട്ട് ചെയ്ത് 9ന്റെ അവിടെ എത്ര വരും? 3 എന്ന് വരും. മറ്റു തരത്തിൽ പറഞ്ഞാൽ 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3. അപ്പോൾ ഇനി 3ഉം 13ഉം തമ്മിൽ ഗുണിച്ചാൽ മതി. 3 × 13 39, 2 × 1 2. 39/2 വീണ്ടും മിശ്രഭിന്നമാക്കണം. 39നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 19, റിമൈൻഡർ 1. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതും? 19ഉം 2ൽ 1. കൂട്ടുകാരെ, ഒന്നിനേക്കാൾ വലിയ ഒരു ഭിന്നത്തിന്റെ നിശ്ചിത മടങ്ങ് കണക്കാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുവല്ലോ. ഈ പാഠത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ.